1.5 മാസമായി പൈപ്പ് പൊട്ടിയിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. കാട്ടാക്കട പഞ്ചായത്തിലെ മംഗലയ്ക്കൽ നന്ദാവനത്തിലാണ് പൈപ്പ് പൊട്ടി ഒഴുകിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്ന് ഒരാഴ്ച മുമ്പ് ജല അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തി പ്രദേശത്തെ ചിത്രം പകർത്തി മടങ്ങിയിരുന്നു. പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെ ഉൾപ്രദേശങ്ങളിലെ വീടുകളിലേക്ക് കുടിവെള്ളം കൃത്യമായി എത്താത്ത അവസ്ഥയായി. സാങ്കേതികമായ പ്രശ്നങ്ങളാണ് ഇവിടെ കുടിവെള്ളം മുടങ്ങുന്നതിന് കാരണം. പഴയ ഇരുമ്പ് പൈപ്പും പുതിയ PVC പൈപ്പും ഈ ഭാഗത്തിട്ടിട്ടുണ്ട്. എന്നാൽ 2 പൈപ്പുകളും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കാത്തതാണ് നിലവിലെ പ്രശ്നത്തിന് കാരണം. കൂട്ടിയോജിപ്പിച്ചാലും ഒരാഴ്ചയാകുമ്പോൾ പൊട്ടും. ഈ സാങ്കേതിക പ്രശ്നം മറികടന്നാൽ മാത്രമേ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം സ്ഥിരമായി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ പേര് മണിയൻ. കഴിഞ്ഞ 1.5 മാസമായി നന്ദാവനത്തിൽ പൈപ്പ് പൊട്ടി കിടക്കുകയാണ്. നിരവധി പരാതികൾ കൊടുത്തിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. ഈ അടുത്ത കാലത്ത് ഒരാഴ്ചക്ക് മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ AI ഒക്കെ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. എന്നിട്ട് ഇതുവരെ ആ പ്രശ്നം പരിഹരിച്ചില്ല. ഇതിന്റെ വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഉള്ളിലോട്ടുള്ള വീടുകളിൽ ടാങ്കുകളിലൊന്നും വെള്ളം കയറുന്നില്ല. വളരെ കുറച്ച് വെള്ളമാണ് ലഭിക്കുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ആവശ്യം. പൊളിച്ചു പണി എന്നിട്ട് ജനജീവ മിഷന്റെ ആളുകൾ വന്ന് അങ്ങോട്ട് പൈപ്പ് മാറ്റാൻ വേണ്ടി കുറച്ച് ദൂരം ഡ്രില്ലിങ് കഴിച്ച് അടിച്ചു. അങ്ങനെ അടിച്ചിട്ട് അത് അങ്ങ് പോയി. പിന്നെ ആരും വന്നില്ല. അങ്ങോട്ടിട്ടിരിക്കുന്നത് ഇരുമ്പ് പൈപ്പാണ്. പക്ഷെ ഈ മെയിൻ റോഡിൽ പോയിരിക്കുന്നത് PVC പൈപ്പാണ്. ഇത് തങ്ങളിൽ ഒട്ടിക്കുമ്പോൾ ഒരിക്കലും യോജിക്കില്ല. ഒട്ടിച്ച് വെച്ചാൽ ഒരാഴ്ച ആയിരിക്കും വീണ്ടും ഇത് പൊട്ടും. പക്ഷെ അതിന് ഒരു ശാസ്ത്രീയ പരിഹാരം വേണമെങ്കിൽ ആ ഉള്ളിലോട്ട് PVC പൈപ്പ് കൂടി ഇട്ടാലേ ഇതിനൊരു പരിഹാരം കാണും. അവിടെ എല്ലാം കൂടി ഏകദേശം 40ഓളം വീടുകളുണ്ട്. ബുദ്ധിമുട്ടാണ്. റാണിചന്ദ്രിക. അതെ അതെ. മാധ്യമം പല പറഞ്ഞു എന്ന് അവര് പറയണം.